ബി.ജെ.പി നേതാവ് കെ സുരേന്ദ്രൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേന്ദ്രൻ, ഇതാ വലിയ സുരക്ഷാ വീഴ്ച എന്നതിനപ്പുറത്തൊന്നും പറയാനില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു കൊടും കുറ്റവാളിക്ക്, അതും ഒരു കൈ അംഗപരിമിതിയുള്ള കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് ജയിൽ ചാടിയതല്ലപ്പാ, ഇത് ജയിൽ ചാടിച്ചതല്ലേ. കാരണം ആഴ്ചകളോളം എടുത്തിട്ട് ജയിലിന്റെ കമ്പി, അതായത് അയാൾ താമസിക്കുന്ന സെല്ലിന്റെ കമ്പി അയാൾ മുറിച്ചിരിക്കുന്നു. അദ്ദേഹം ആ കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നത് രാത്രി 1:15. ജയിൽ അധികൃതർ ഇത്രയധികം CCTV എല്ലാം ഉണ്ടായിട്ടും അറിയുന്നത് 5:15. അദ്ദേഹത്തെ അത് പോലീസിൽ അറിയിക്കുന്നത് 7:15. 7.5 മീറ്റർ നീളമുള്ള മതില്, അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ്. അപ്പൊ ഒരു കഷ്ണം തുണി എടുത്തിട്ട് അയാൾ ഒരു കൈയുള്ള ഗോവിന്ദചാമി എടുത്ത് ജയിൽ ചാടി പോയി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ? ഇത് ജയിലിനകത്തും പുറത്തും അയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ജയിൽ DGP ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ജയിലും സന്ദർശിക്കാറില്ല. ഇത്രയും കൊടും ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിലും അദ്ദേഹം മറ്റേ ഓൺലൈൻ വഴിയുള്ള ഗൂഗിൾ മീറ്റിലാണ് ജയിലിലെ കാര്യങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ജീവനക്കാരനെയും മാറ്റിയിട്ടില്ല. ഇന്നലെ ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ജയിൽ അഡ്വൈസറി ബോർഡിൽ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളാണ്. CPMന്റെ കൊടും ക്രിമിനലുകളാണ് അവിടെ താമസിക്കുന്നത്. നേരത്തെ മൊബൈൽ ഫോണും ബാറ്ററിയും ചാർജറും മദ്യക്കുപ്പിയും പിന്നെ ഒക്കെ അവിടുന്ന് പിടിച്ചതാണ്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇവിടുത്തെ ക്രമസമാധാന നില എത്രമാത്രം തകർന്നു, എന്താണ് കേരളത്തിന്റെ സുരക്ഷ എന്നുള്ളത് വലിയ പ്രധാന പ്രശ്നമാണ് ഇതില്. ഇതൊരു ഒറ്റപ്പെട്ട ജയിൽ ചാട്ടമല്ല. കാരണം ഈ കേസ് നടക്കുമ്പോൾ ഗോവിന്ദചാമിയെ സഹായിക്കാൻ വലിയ വലിയ സംഘങ്ങളാണ് വന്നത്. അദ്ദേഹത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിയമസഹായം കിട്ടിയത്. ആ കൊടും ക്രിമിനലിനെ സുപ്രീം കോടതിയിൽ പോയിട്ട് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു. അപ്പൊ വൻ സംഘങ്ങൾ ഗോവിന്ദചാമിയുടെ പിന്നിലുണ്ട്. അപ്പൊ അവരാരെങ്കിലും ജയിലിൽ ബന്ധപ്പെട്ടോ, ജയിൽ അധികൃതരുടെ സഹായം കിട്ടിയോ, തടവുകാരുടെ സഹായം കിട്ടിയോ, രാഷ്ട്രീയ സഹായം കിട്ടിയോ, പുറത്ത് സഹായം കിട്ടിയോ, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കേസാണ്. തീർച്ചയായും അതാണല്ലോ ശ്രീ കെ സുരേന്ദ്രൻ. ഇവിടെ എത്രയോ സംശയങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊരു പ്രതി, അതും അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ആ സെല്ലിലെ കമ്പി വളയ്ക്കുവാനോ അല്ലെങ്കിൽ അത് മുറിച്ചു മാറ്റുവാനോ ഒക്കെ സാധിക്കുന്നുവെങ്കിൽ അതങ്ങനെ ഒരു നിമിഷം കൊണ്ടൊന്നും സാധിക്കുന്ന ഒന്നല്ല. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് തുണികൾ കൂട്ടിക്കെട്ടി ജയിലിന് പുറത്തേക്ക് ചാടി എന്നുള്ള സൂചനയാണ്. അങ്ങനെ തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. അങ്ങനെയെങ്കിലും ഈ തുണികൾ ഇങ്ങനെ കൂട്ടിക്കെട്ടി സൂക്ഷിക്കുവാനും അത് ഒളിപ്പിച്ചു വെക്കുവാനും അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കളൊക്കെ മിസ്സിംഗ് ആകുമ്പോഴും ഒക്കെ അതിന് കൃത്യമായ ഡേറ്റകൾ ഉണ്ടല്ലോ. ഒരു ജയിൽ പുള്ളിക്ക്, ഒരു തടവുകാരന് കൊടുക്കുന്ന വസ്ത്രമാകട്ടെ, ഭക്ഷണമാകട്ടെ, മറ്റ് ഇതര സാധനങ്ങൾക്കൊക്കെ കൃത്യമായ ഡേറ്റകൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഈ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം ലഭിച്ച് പുറത്തു ചാടുക എന്നതല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ ആസൂത്രിതമായി ഇങ്ങനെ ജയിൽ ചാടണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അറിവോ അനുമതിയോ അല്ലെങ്കിൽ ഒരു പിന്തുണയോ ഒന്നുമില്ലാതെ സാധിക്കുമെന്നത് അത്ര എളുപ്പമാണോ? അല്ല, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ജയിൽ ചാട്ടം അല്ലെന്ന്, ജയിൽ ചാടിച്ചതാണെന്ന് 100% ഉറപ്പാണ്. അദ്ദേഹത്തെ സഹായിച്ച് ആളുകൾ ജയിൽ ചാടിപ്പിച്ചതാണ്. അതിന് എല്ലാവിധത്തിലുള്ള സഹായവും കിട്ടിയിട്ടുണ്ട്. ലാഗ് ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. 1:15 നടന്ന സംഭവം 7:15 പോലീസ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങളില്ല. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ജയിൽ ചാടിയതല്ല, ജയിൽ ചാടിച്ചതാണ്. അവിടെ ശ്രീ സുരേന്ദ്രൻ, നേരത്തെ നമുക്കറിയാമല്ലോ ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പാളിച്ച ഒരു ഡോക്ടർ തന്നെയാണ് സൂചിപ്പിച്ചത്. പിന്നീട് ഒരു കുട്ടിയെ നമുക്ക് നഷ്ടമാകുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ സിസ്റ്റത്തിൻ്റെ തകർച്ച നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഈ ജയിൽ വകുപ്പിൻ്റെ സിസ്റ്റവും അമ്പേ പരാജയമാണ് എന്ന് വേണമോ? അതായത് ജയിലിനകത്ത് പല പ്രതികളും സുഖവാസത്തിലാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർ എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ അങ്ങേയറ്റം ഗുരുതരമാണല്ലോ, അതും ഒരു കൊടും ക്രിമിനൽ. ഒരുപക്ഷെ ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളം ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയുടെ പേര് മറ്റൊന്നുണ്ടാകില്ലല്ലോ. യെസ്, അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല. എന്തായാലും അതീവ ഗുരുതരമായ വിഷയം തന്നെയാണ് ഇത്. ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടിയാലും ഇത് അങ്ങേയറ്റത്തെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഇങ്ങനെ ഒരു പ്രതി, അതും ഒറ്റയ്ക്ക് ജയിലിൽ പാർപ്പിച്ചിരുന്നു, അതീവ സുരക്ഷയുള്ള സെല്ലിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പരിശോധനകളാണ് നടക്കാറുള്ളത്? ഓരോ സെല്ലിൻ്റെയും കാര്യക്ഷമത സംബന്ധിച്ച് എന്ത് പരിശോധനയാണ് ഈ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നതാണ് അറിയേണ്ടത്. ഒപ്പം കെ സുരേന്ദ്രൻ ഉന്നയിച്ച വിമർശനം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 3 വർഷമായി അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥരെ മാറ്റാറില്ല എന്ന് പറയുമ്പോൾ പ്രതികളുമായി ഉണ്ടാകുന്ന ബന്ധം അത് നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അതായത് രാഷ്ട്രീയ തടവുകാരിൽ പലരെയും ഇവിടെ പാർപ്പിക്കുകയും അവർക്ക് എല്ലാവിധ
ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഇത്തരം ജയിലുകളിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നത് എന്ന വലിയ വിമർശനം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ജയിൽ DGP കേരളത്തിലെ ജയിലുകളിൽ സന്ദർശനം നടത്തുകയോ സാഹചര്യങ്ങൾ വിലയിരുത്തുകയോ ചെയ്യാറില്ല എന്ന ഗുരുതരമായ ആരോപണം ഇപ്പോൾ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രൻ ഉന്നയിക്കുന്നു. ഇത് ജയിൽ ചാടിയതല്ല, ചാടിച്ചതാണ് എന്ന വിമർശനം ആണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി അവരുടെ സഹകരണത്തോടുകൂടിയാകണം ഈ ജയിൽ ചാട്ടം എന്ന് പറയുമ്പോൾ ഈ വിമർശനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. ആഭ്യന്തര വകുപ്പിന് കൃത്യമായ മറുപടി നൽകേണ്ടതായി വരും. ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിന് എന്ത് സുരക്ഷ ഒരുക്കിയിരുന്നു, എന്ത് മോണിറ്ററിംഗ് സംവിധാനമാണ് നമ്മുടെ ജയിലുകളിൽ ഉണ്ടായിരുന്നത് എന്ന ചോദ്യമാണ് ഉയരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കൈക്ക് സ്വാധീനക്കുറവുള്ള ഒറ്റക്കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ജയിൽ ചാടാൻ ഒരു പ്രതിക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതും ഇത്രമേൽ സന്നാഹങ്ങളോടുകൂടി, അതായത് കൃത്യമായി ജയിൽ ചാടേണ്ട പൊസിഷൻ എവിടെ എന്ന് കണ്ടെത്തുന്നു. അതുമാത്രവുമല്ല, വൈദ്യുതി പ്രവഹിക്കുന്ന ഫെൻസിംഗ് സംവിധാനം അവിടെയുണ്ട്. ആ ഫെൻസിംഗ് സംവിധാനത്തിൽ വൈദ്യുതി ഇല്ല എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? അതല്ല എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവെങ്കിൽ അതെങ്ങനെ, ആരാണ് വിച്ഛേദിച്ചത്? ഇത്തരം സംവിധാനങ്ങൾ, ഒരു പക്ഷേ വൈദ്യുതി ബന്ധം നേരത്തെ ഇല്ല എങ്കിൽ പോലും പിന്നെ എന്തിനാണ് ആ സംവിധാനം എന്ന സംശയമുണ്ടാകുന്നു. അങ്ങനെ ഗുരുതരമായ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിനെല്ലാം മറുപടി നൽകേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. അതോടൊപ്പം ഗോവിന്ദച്ചാമിയെ പിടികൂടണം എന്ന നിലപാടാണ് സൗമ്യയുടെ അമ്മ സ്വീകരിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ പ്രതികരണത്തിലേക്ക്. ഞാനതിപ്പോൾ കുറച്ച് മുന്നേ തന്നെ ഇത് വിവരം അറിഞ്ഞത്, ഏതൊരു ചാനലിൽ വിളിച്ചിട്ടാണ് ഞാൻ ആ വിവരങ്ങൾ അറിയണത്. അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തല്ല, ഈ ഇത്രയും വലിയ കണ്ണൂർ ജയിൽ പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇവനൊരു സപ്പോർട്ട് ഒരാളില്ലാതെ ഇവനത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവൻ എടുത്ത് ചാടണമെങ്കിൽ അതിനൊരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. 15 കൊല്ലായി. അപ്പം അത് ഇതിനുള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിൽ ചാടിയത്. അല്ലാതെ ഈ ഇത്രയും വലിയൊരു മതില്, ഈ ഒരു ഒറ്റക്കൈക്കാരനല്ലേ, എന്ത് വന്നാലും ഒരു ഒറ്റക്കൈക്കാരനല്ലേ, അവൻ ഇത്രയും വലിയൊരു മതിലെടുത്ത് ചാടണം, ഇത്തിരി പണിയുണ്ട് അവൻ. അപ്പൊ അവനൊരാൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവൻ എത്ര പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടില്ല. അവന് കണ്ണൂർ യെസ്, ഈ അമ്മയുടെ സങ്കടക്കടൽ ഇതിനു മുമ്പും കേരളം ചർച്ച ചെയ്തതാണ്. ആ അമ്മയുടെ പ്രതികരണങ്ങൾ പലപ്പോഴായി നമ്മൾ തേടിയിട്ടുള്ളതാണ്. അതേ അമ്മയ്ക്ക് വീണ്ടും ഇത്തരത്തിൽ തന്നെ നിറകണ്ണുകളോടെ ഇടറുന്ന ഖണ്ഡങ്ങളോടെ വീണ്ടും പ്രതികരിക്കേണ്ടി വരുന്നു എന്നത് കേരളത്തിന് അങ്ങേയറ്റത്തെ നാണക്കേടാണ്. മാത്രവുമല്ല, ആ അമ്മ പറയുന്നത് പോലെ ഇതിന് കൃത്യമായ ഒത്താശ ലഭിക്കുന്നുണ്ട് ജയിലുകളിൽ, ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ട് ജയിലുകളിൽ എന്ന കടുത്ത വിമർശനം കൂടിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും അതെന്ത് തന്നെയാണ് എങ്കിലും ഇത് അങ്ങേയറ്റത്തെ വീഴ്ച തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജയിലുകളിൽ ഈ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. തടവുകാർക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള അവസരമാണോ ജയിലുകളിൽ ലഭിക്കുന്നത് എന്ന സംശയം കൂടിയാണ് ഉയരുന്നത്. ഇപ്പോൾ KV ബൈജു ഉണ്ട് വിവരങ്ങളുമായി. ബൈജു, നമുക്ക് ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കൃത്യമായി ഒരു പ്രതിക്ക് തുണികൾ കൂട്ടിക്കെട്ടി വളരെ ഉയരത്തിലുള്ള ഒരു മതിൽ ചാടാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഗോവിന്ദച്ചാമിക്ക് ശാരീരികമായ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ജയിൽ ചാടാൻ ശ്രമിക്കുന്നു. എവിടെയായിരുന്നു സുരക്ഷാ സംവിധാനങ്ങൾ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നായി മാറുന്നു. മാത്രം